അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിന്നേ ഒരു എലാസ്റ്റിക് എങ്ങനെ സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യാം, അതായത് എലാസ്റ്റിക് ഇട്ട് സ്കേർട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ അരവണ്ണം അളന്നെടുക്കുക, അതിൻ്റെ 3 ഇരട്ടി മെറ്റീരിയൽ വേണം കേട്ടോ. അതായത് നമ്മുടെ അരവണ്ണത്തിൻ്റെ 3 ഇരട്ടി മെറ്റീരിയൽ വേണം. എലാസ്റ്റിക് ആണെങ്കിൽ അരവണ്ണത്തിൻ്റെ 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഇറക്കം, നമ്മുടെ ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ്, 1 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് ഒക്കെ കൂട്ടിയിട്ട് 2.5 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് പിടിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ സ്കേർട്ട് തയ്ക്കണമെങ്കിൽ ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്ത് ഇതിന് ചുരുക്കൊക്കെ ഇട്ടിട്ട് പട്ട എക്സ്ട്രാ കൊടുക്കണം. ഇപ്പം ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്കേർട്ട് തയ്ക്കണമെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ട് മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് നമ്മൾ റൗണ്ടായിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ സ്കേർട്ട് റൗണ്ടായിട്ട് അടിച്ചതിന്, അതായത് 2 സൈഡും കൂടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു മോഡൽ കാണിച്ചു തരാം. അതിന് ഇതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ എലാസ്റ്റിക് ഇട്ട് സ്കേർട്ട് തയ്ക്കുന്ന മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ലൈനിങ് ഇല്ലാത്ത കട്ടിയുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ തയ്ക്കാം. അപ്പോൾ തയ്യൽ പഠിച്ച് തുടങ്ങണവർ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്ച്ച് നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ലൈനിങ് ഇട്ടൊക്കെ എങ്ങനെ തയ്ക്കണം എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പോൾ അതിൽ നിന്ന് പല പല ടിപ്പുകളും ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. തയ്യൽ മുഴുവനായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ചേരണം, ഓൺലൈനായിട്ട് ടൈലറിങ് ക്ലാസ് ഉണ്ട്, അതിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൽ ഓർഡറായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 2 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരും. അതിന് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ആ അരിക മൊത്തത്തിൽ നീളത്തിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ അടിച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നൂലൊക്കെ ഇങ്ങനെ നിൽക്കണതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഒത്തിരി നൂല് അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എലാസ്റ്റിക് ഏറ്റവും അറ്റത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ എൻഡ് ഭാഗത്തൊന്ന് നല്ലോണം അടിക്കണം കേട്ടോ, കെട്ടിട്ട് അടിക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ എലാസ്റ്റിക് പിടിച്ച് വലിച്ച് വരുമ്പോഴേ അവിടെ നിന്ന് വിട്ട് പോരരുത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കെട്ടിട്ട് അടിക്കണം കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഒന്ന് കെട്ടിട്ട് അടിച്ചേക്കാം. അവിടെ ഇരുന്നോളും എലാസ്റ്റിക്, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊന്നും പോകില്ല കേട്ടോ. അതായത് നൂല് പൊട്ടി ഇങ്ങോട്ട് അഴിഞ്ഞ് പോരരുത്, അതിന് വേണ്ടിയാണ് അങ്ങനെ അടിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ മടക്കുക, എന്നിട്ട് എലാസ്റ്റിക് കവിഞ്ഞിങ്ങോട്ട് നിൽക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ച് ഇടുന്നതുണ്ടല്ലോ, എലാസ്റ്റിക്കിൽ കൊള്ളരുത് കേട്ടോ, കൊള്ളാതെ അടിക്കണം. അല്ലെങ്കിൽ നമുക്ക് എലാസ്റ്റിക് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അടിച്ച് വരുമ്പോൾ എലാസ്റ്റിക് നിവർന്നാണ് ഇരിക്കുന്നത്. പിന്നെ എലാസ്റ്റിക് തീർന്നു പോകുമല്ലോ, തുണി കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതങ്ങോട്ട് വലിച്ച് തുണി അങ്ങോട്ട് ചുളുക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടം വരെ നമ്മൾ അടിച്ചെടുത്തിട്ട് നമുക്ക് എലാസ്റ്റിക് പിടിച്ച് വലിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാൻഡ് ഇങ്ങനെ നിൽക്കണതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങളിങ്ങനെ സ്റ്റാൻഡ് പൊക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ വലിക്കുക. അതിനേക്കാളും നല്ലത് എന്താണെന്നറിയോ, ആ മെഷീനിൽ നിന്ന് ആ തുണി എടുക്കുക. തുണി എടുത്തതിന് ശേഷം ഒന്ന് വലിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. മെഷീനിൽ നിന്ന് ഇങ്ങനെ തുണി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എലാസ്റ്റിക് കണ്ടോ, പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ആ തുണിയുടെ ചുളിവുകൾ അങ്ങോട്ട് നീങ്ങി പോവും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കേർട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു നോക്കുക. അടിക്കാൻ ഇതുവരെ അറിയാത്തവരാണെങ്കിൽ, എന്നുവെച്ചാൽ മിക്കവർക്കും എലാസ്റ്റിക് ഇട്ട് തയ്ക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് എന്നോട് പറയാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി എത്തണില്ല, എലാസ്റ്റിക് എത്തണില്ല. എലാസ്റ്റിക് എത്തായികയല്ല, എലാസ്റ്റിക് ചെറുതാണ്, അത് ശരിയാണ്. പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് ചുളുക്കിട്ട് അടിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കത് നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ഷോളോ പഴയ സാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ടിയുള്ളതാണെങ്കിൽ ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ മക്കൾ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് നോക്കൂ കേട്ടോ. പിന്നെ എലാസ്റ്റിക് എടുക്കുമ്പോൾ നല്ല എലാസ്റ്റിക് തന്നെ എടുക്കാൻ നോക്കുക. പഴകിയ എലാസ്റ്റിക് ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലെ റബ്ബറുകൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, കിടകിടകിടാന്നൊരു സൗണ്ട് കേൾക്കും.
അതായത് അതിൻ്റെ ഇലാസ്റ്റിക് പൊട്ടണ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ തയ്ച്ചത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ പിടിച്ച് വലിച്ചതിന് ശേഷം ഇങ്ങനെ തയ്ച്ച് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ഓളെന്ന ഓപ്ഷനും ബെല്ലൈക്കണും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ച് ഇങ്ങനെ വലിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ റൗണ്ടിൽ അടിക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണം. റൗണ്ടിൽ അടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പ് കാണില്ല, മൊത്തം ഫിനിഷിങ്ങിലിരിക്കും. ഇതാകുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം, അങ്ങനെ ഉണ്ടാവും. റൗണ്ടിൽ അടിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഫിനിഷ്. അപ്പോൾ റൗണ്ട് അടിക്കാൻ ഇച്ചിരിയും കൂടെ ഒരു പ്രാക്ടീസ് വരണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ കാണിച്ചത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് തയ്യൽ ഇഷ്ടമുള്ളവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇതുപോലത്തെ സ്കേർട്ട് ഉണ്ട്, സ്റ്റെപ്പ് സ്കേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ പല മോഡൽ സ്കേർട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്. നൈറ്റി, ചുരിദാർ, ബ്ലൗസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അണ്ടർ സ്കേർട്ടുകൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിൽ വരും. ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 1-ാം തീയതി ക്ലാസ് തുടങ്ങുന്നുണ്ട് കേട്ടോ. 3 വർഷമായിട്ട് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒത്തിരി പേര് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അവരിപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും. ഒരു സ്റ്റാറ്റസ് എൻ്റെ കണ്ടാൽ തന്നെ അവരപ്പോൾ വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നലെ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്കും ഒന്ന് മെസ്സേജ്, അപ്പോൾ അതേ മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ. പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇലാസ്റ്റിക് അറ്റത്തെത്തിയിട്ടുണ്ട്. അറ്റത്തെത്തുമ്പോൾ ഈ ഭാഗത്തും ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട പോലെ തന്നെ കെട്ടിട്ടടിക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഇലാസ്റ്റിക് ഇങ്ങനെ ചുരുങ്ങിയൊക്കെ, ഇലാസ്റ്റിക് അല്ല ആ പ്ലീറ്റ്സ് ഇങ്ങനെ ചുരുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. കണ്ടോ, ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ചുളിവ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് അറ്റം വരെ അടിച്ചെടുക്കുകയാണ്. ഇതൊരു കുഞ്ഞളവിൽ, ആരുടെ അളവിലൊന്നും അല്ല കേട്ടോ. ഒരു കഷ്ണം തുണി അവിടെ കിടന്നിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഈ ഇലാസ്റ്റിക് ഇടുന്നതാണ് മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ബോട്ടത്തിലൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇലാസ്റ്റിക് ഇടുകയാണെങ്കിൽ നമുക്ക് ഇടാനൊക്കെ എളുപ്പമാണല്ലോ. അതായത് നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ബോട്ടത്തിനും ഇതേപോലെ ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്. എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ കുറച്ച് ഭാഗത്ത് ചുരുക്കുണ്ട്, പിന്നെ ചുരുക്കില്ല. അതിനെ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ചുരുക്കൾ സ്പ്രെഡായിട്ട് വരും കേട്ടോ. കണ്ട 2-3 പ്രാവശ്യം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പിന്നീടും പിള്ളേർക്ക് ഇട്ടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ ചുരുക്കുകൾ അങ്ങോട്ട് തെന്നി നീങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം വലിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ നോക്കിയേ, ഇങ്ങനെ കുറച്ചൊന്ന് അടിക്കുക. എന്നിട്ട് സൂചി താഴ്ന്നിട്ടിരിക്കുന്നത് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇലാസ്റ്റിക്കും ആ തുണിയും കൂടെ അമർത്തി പിടിക്കണം കേട്ടോ. എന്നിട്ട് വേണം വലിക്കാനായിട്ട്. തെന്നിപ്പോരരുത്, അതായത് ഈ തുണി ഇങ്ങോട്ട് തെന്നിപ്പോരരുത്. അമർത്തി തന്നെ പിടിച്ചിട്ട് വലിക്കുക. ഇനിയിപ്പോൾ 2 സൈഡിലും പിടിച്ചിട്ട് വലിച്ച് പിടിക്കുക, 2 സൈഡിലേക്കും. പക്ഷേ പിടിച്ച് വലിക്കുമ്പോൾ തുണിയും ആ ഇലാസ്റ്റിക്കും ഒപ്പം പിടിച്ചിട്ട് വലിക്കണം. ഒട്ടും തുണി ഇങ്ങോട്ട് നീങ്ങിപ്പോരാൻ അനുവദിക്കരുത്. വേണ്ട, നടുക്കൂടെ അങ്ങ് അടിച്ചു പോയാൽ മതി കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ തുണി കീറിയാലും ഇലാസ്റ്റിക് ചുരുണ്ട് പോവുകയോ തുണി അങ്ങോട്ട് നീങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ, ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൽ അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും ഒക്കെ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ഇലാസ്റ്റിക്കൊക്കെ പിടിപ്പിച്ച് നല്ല നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അകവും പുറമൊക്കെ ഒരേപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കൂട്ടാം. അപ്പോൾ സൈഡ് കൂട്ടുമ്പോൾ കണ്ടോ ഒരു ഇത്തിരി ഇലാസ്റ്റിക് ആ സൈഡിൽ കാണാണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. റൗണ്ടിൽ അടിക്കുകയാണെങ്കിൽ അതേപോലെ കാണില്ല, എല്ലാ ഭാഗവും നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ റൗണ്ടിൽ അടിക്കണ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതാ നോക്കി നമ്മുടെ സൈഡൊന്ന് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ അടിയിലെ ബോബിനിലെ നൂല് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നൂലൊക്കെ കോർത്തിട്ട് വരാം, എന്നിട്ട് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ എന്ത് തുണിയാണോ ഉള്ളത്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിടാനാണെങ്കിലും ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ തയ്ച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ചാൽ മതി.
അപ്പോഴും ഇതാ ഇതുപോലെ നൂലൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ എന്ത് തയ്ക്കുമ്പോഴും ഫിനിഷിങ്ങിൽ അടിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ അടിപൊളി സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു പാവാടയായിട്ടില്ലേ. ഇനി നമുക്ക് അടിഭാഗം മടക്കി അടിക്കാം. അപ്പോൾ നമ്മുടെ ലെങ്ത്തൊക്കെ അളന്ന് നോക്കിയിട്ട് എത്ര ലെങ്ത്ത് ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി. ഇനിയിപ്പോൾ ഉണ്ടല്ലോ കുറച്ചൊക്കെ തയ്യലറിയാം, കുറച്ച് ഫാഷനായിട്ടുള്ള ഡ്രസ്സുകൾ അടിക്കാൻ അറിയില്ല, കുറച്ച് ധൈര്യക്കുറവുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പലർക്കും ഇങ്ങനെയാണ്, തയ്ക്കാനൊക്കെ അറിയായിരിക്കും പക്ഷെ വെട്ടാനൊരു പേടി ഉണ്ടാവും, പുതിയ തുണി എടുത്ത് വെട്ടാനൊരു പേടി ഉണ്ടാവും, ഒരു കൈവറയിൽ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പേടിയും ധൈര്യക്കുറവൊക്കെ മാറിക്കിട്ടും കേട്ടോ. നല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുതിയ തുണിയൊക്കെ ഇട്ട് വെട്ടാൻ പറ്റും. അതുപോലെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ തയ്യലറിയാവുന്നവർക്ക് കുറേ മോഡൽ ഡ്രസ്സുകളൊക്കെ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് 3 മാസം കൊണ്ടാണ് പല മോഡൽ ഡ്രസ്സുകൾ പഠിപ്പിച്ച് തരുന്നത്. 3 മാസത്തേക്കാണ് 3000 രൂപ കേട്ടോ. അപ്പോൾ ബേസിക് പഠിക്കണമെങ്കിൽ ബേസിക് പഠിക്കാം, ചുരിദാർ പഠിക്കണമെങ്കിൽ ചുരിദാർ പഠിക്കാം, ബ്ലൗസ് പഠിക്കണമെങ്കിൽ ബ്ലൗസും പഠിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടി പാവാട എങ്ങനെയുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ ഇങ്ങനെ നൂലായി കിടക്കണതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഫിനിഷിങ്ങിലാക്കി എടുക്കുക. നല്ല ഫിനിഷിംഗ് ആയിട്ട് തയ്ക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള കുഞ്ഞ് പാവാട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇതിട്ട് കാണിച്ചു തരാൻ കുഞ്ഞു കുട്ടികളൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ടേബിളിൽ വെച്ച് കാണിച്ചു തരുന്നത്. കുട്ടി ബൊമ്മ എൻ്റെ അടുത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്ച്ച് നോക്കണം കേട്ടോ. തയ്ച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണേ. താങ്ക്